മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് രേണുസുതി. തന്റെ ഭർത്താവ് സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള വളർച്ചയാണ് രേണുസുതിക്ക് സംഭവിച്ചത്. രേണുസുതിയുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരും അത്ഭുതത്തോടെ കാണുന്നവരും ഏറെ തന്നെയാണ്. സുധിയെ പല രൂപത്തിൽ തന്നെ വിമർശിച്ചും രേണുസുതിയെ പല രൂപത്തിൽ വിമർശിച്ചും സോഷ്യൽ മീഡിയ വഴി ആളുകളും എത്താറുണ്ട്. എന്നാൽ രേണുസുതിയുടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും വലിയ രൂപത്തിലുള്ള ആരാധക പിന്തുണയും ഒരു ഭാഗത്തു നിന്ന് ലഭിക്കാറുമുണ്ട്. ഇപ്പോഴത്തെ സുധിയുടെ മരണശേഷം രേണുസുതി വീണ്ടും വിവാഹിതയാകാൻ തയ്യാറാണ് എന്ന കാര്യം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് രേണുസുതി. തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ഈ കാര്യം രേണുസുതി തുറന്നു പറഞ്ഞത്. തനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. ഇനി തന്റെ കൂടെ നിൽക്കുന്ന, തന്നെ ഒപ്പം നിൽക്കുന്ന, തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്ന് തോന്നി തുടങ്ങി എന്നുമാണ് രേണുസുതി തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത്. ഈ ഒരു കാര്യം കേട്ട് പ്രേക്ഷകരും അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം രേണുസുതി ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഒരുപാട് ആശംസകളുമായി രേണുസുതിയെ കാത്തിരിക്കുകയാണ്. അടുത്തിടെയൊന്നും തന്റെ വിവാഹം കാണില്ല എന്ന് രേണുസുതി ഈ അടുത്തിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു കാര്യം മാറ്റി പറയുകയായിരുന്നു. ഇപ്പോൾ തന്റെ വിവാഹശേഷം തന്റെ പഴയ വീട്ടിലേക്ക് താൻ പോവുകയില്ല എന്നും അതുമാത്രമല്ല തന്റെ വിവാഹം കഴിക്കാൻ പറ്റുന്ന ആൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ട് തനിക്ക് വേണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുമാണ് താരം തുറന്നു പറഞ്ഞത്. അതുമാത്രമല്ല ഈ അടുത്തിടെ തനിക്ക് വരുന്ന വിവാഹ ആലോചനകളെ പറ്റിയെല്ലാം തന്നെ രേണുസുതി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരും വലിയ രൂപത്തിൽ തന്നെ രേണുവിനെ ആശംസിച്ചു വിടുന്നത്. കാരണം രേണുസുതി പുതിയൊരു വിവാഹ ജീവിതം കണ്ടു കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരും ഏറെ തന്നെയാണ്. തനിക്ക് ഒരുപാട് വിവാഹ ആലോചനകൾ വരുന്നുണ്ട് എന്നും തന്റെ കുഞ്ഞിനെയും തന്നെയും വളരെയധികം സമാധാനത്തോടെ സന്തോഷത്തോടെ നോക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ് പലപ്പോഴും പലരും തന്നെ സമീപിക്കുന്നത് എന്നുമാണ് രേണുസുതി വ്യക്തമാക്കിയത്. എന്നാൽ രേണുസുതിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങളും ഇതിനോടകം തന്നെ രേണുവിനെ തേടിയെത്തുന്നുണ്ട്. സുധിയുടെ ഏറ്റവും ലീഗലായിട്ടുള്ള ഭാര്യ രേണു മാത്രമാണ് എന്നും ഇനി അതിൻ്റെ ഒപ്പം വേറെ ആര് തലകുട്ടി മറിഞ്ഞാലും തന്റെ പേര് മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ മാറ്റാൻ സാധിക്കില്ല എന്നുമാണ് രേണുസുതി തുറന്നു പറഞ്ഞത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.